ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ഇൻഫോർമേഷണൽ കമൻസിനെ കുറിച്ചിട്ടാണ്. കുറേ ഇൻഫോർമേഷണൽ കമൻസ് ഉണ്ട്. സോ അതിൽ 3 ഇൻഫോർമേഷണൽ കമൻസിനെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്ന് PS എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമാൻഡും, അതുപോലെ തന്നെ W എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്, അതേപോലെ ID എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്. ഇങ്ങനെ ഈ 3 കമാൻഡ്സിനെയാണ് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വണ് PS ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. PS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ലിനക്സ് പ്രൊവൈഡ്സ് ആസ് എ യൂട്ടിലിറ്റി കാൾഡ് PS ഫോർ വ്യൂവിങ് ഇൻഫോർമേഷൻ റിലേറ്റഡ് വിത്ത് ദ പ്രോസസ്സസ് ഓൺ എ സിസ്റ്റം വിച്ച് സ്റ്റാൻഡ്സ് ആസ് അബ്രീവിയേഷൻ ഫോർ പ്രോസസ് സ്റ്റാറ്റസ്. PS എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റിൻ്റെ ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അബ്രീവിയേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ് സ്റ്റേറ്റ് ആണ്. നമ്മളുടെ സിസ്റ്റത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് വ്യൂ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമൻറ്റാണിത് PS. ഒന്നുമില്ല, PS കമൻറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സംതിങ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് വ്യൂ ചെയ്യാനാണ്? ഇൻഫോർമേഷൻ റിലേറ്റഡ് വിത്ത് പ്രോസസ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ലിനക്സിലുള്ള ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു കമാൻഡാണ് PS എന്ന് പറഞ്ഞാൽ. PSൻ്റെ ഫുൾ എന്താ? പ്രോസസ് സ്റ്റേറ്റ് എന്നാണ്, പ്രോസസ് സ്റ്റാറ്റസ് എന്നാണ് അതിൻ്റെ ഫുള്ള്. PS കമാൻഡ് ഈസ് യൂസ്ഡ് ടു ലിസ്റ്റ് ദ കറൻ്റ്ലി റണ്ണിങ് പ്രോസസ് ആൻഡ് ദെയർ PIDs along with some other information depending on different options. എന്താ പറയുന്നത്? PS കമാൻഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻ്റായിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. ഏതൊക്കെയാണ് ആ പ്രോസസ്സ് എന്നുള്ളത് കിട്ടും. അതിൻ്റെ പ്രോസസ് ID PIDs, അതിൻ്റെ പ്രോസസ് ID നമുക്ക് അതിൻ്റെ കൂടെ ഏതാണ് പ്രോസസ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ആ പ്രോസസ്സിൻ്റെ ID ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് അതർ ഇൻഫോർമേഷൻസ്, ആ ഒരു പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. അത് ഓരോ ഓപ്ഷൻസ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു PSൻ്റെ കൂടെ ഏത് ഓപ്ഷനാണോ കൊടുത്തതിനനുസരിച്ചുള്ള നമുക്ക് മോർ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇറ്റ് റീഡ്സ് ദ പ്രോസസ് ഇൻഫോർമേഷൻ ഫ്രം ദ വിർച്വൽ ഫയൽസ് ഇൻ PROG ഫയൽ സിസ്റ്റം. /prog contain virtual files. This is the reason it is refers as a virtual file system. ഈ സംഭവങ്ങളൊക്കെ, ഈ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഈ ഇൻഫോർമേഷന് ഈ ഒരു കമാൻഡ് റീഡ് ചെയ്യുന്നത് എവിടുന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്നാണ്? /prog ഫയൽ സിസ്റ്റത്തിൽ നിന്നാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഹോമിലൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും /prog എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്റ്റ്. ആ PROG എന്ന് പറഞ്ഞിട്ടുള്ള വിർച്വൽ ഫയലിലാണ് എന്തുള്ളത്? ഈ ഇൻഫോർമേഷൻ, പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മൊത്തം ഉള്ളത്. സോ അവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു PS കമാൻഡ് നമുക്ക് വ്യൂ ചെയ്യിക്കുന്നത്, ഈ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യിക്കുന്നത്. PS പ്രൊവൈഡ്സ് എ ന്യൂമറസ് ഓപ്ഷൻ ഫോർ മാനിപ്പുലേറ്റിംഗ് ദ ഔട്ട്പുട്ട് അക്കോർഡിംഗ് ടു അവർ നീഡ്. PS തന്നെ നമുക്ക് ന്യൂമറസ് ഓപ്ഷൻസ് ഉണ്ട്. PS കമാൻഡ് കേസിൽ കുറേ ന്യൂമറസ് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ടിനെ നമുക്ക് ആവശ്യാനുസരണം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് ഏതൊക്കെയെന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ PS യൂസ് ചെയ്തിട്ട് പ്രോസസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോസസ്സിൻ്റെ പേരെന്താണ്, PID എന്താണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. ദെൻ അതിൻ്റെ സം ഓപ്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു അവർ നീഡ്സ്, നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു PS കമാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് യൂസിങ് ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട്. സാധാരണ രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ള PS കമാൻഡിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക: PS സ്പേസ് ഓപ്ഷൻസ്. നമുക്ക് PS സിംപ്ലി യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ കിട്ടും. ദെൻ നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ് ഓപ്ഷൻസ്, PS കമാൻഡിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സിമ്പിൾ പ്രോസസ് സെലക്ഷൻ ഫസ്റ്റ് വൺ ആണ്. സിമ്പിൾ പ്രോസസ് സെലക്ഷൻ, അത് പ്രോസസ്സിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ PS യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തൊക്കെയാണ് കാണിക്കുന്നത്? ഷോ ദ പ്രോസസ് ഫോർ ദ കറണ്ട് ഷെൽ. ഇപ്പോൾ കറണ്ട് ഷെല്ലിലുള്ള പ്രോസസ്സുകളായിരിക്കും PS മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്നത്. നോക്കൂ, പ്രോസസ്സിൻ്റെ ID കാണിക്കുന്നുണ്ട്, TTY എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ട്. അതേപോലെ തന്നെ ടൈം ഉണ്ട്, CMD ഉണ്ട്. ഇങ്ങനെ 4 കോളംസിലായിട്ടായിരിക്കും നമുക്ക് പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കാണിക്കുക സിംപ്ലി PS യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ PID നിങ്ങൾക്ക് അറിയാം, ഓരോ പ്രോസസ്സിനും യൂണീക്ക് ആയിട്ടുള്ള പ്രോസസ് ID ഉണ്ടാവും. ആ പ്രോസസ് ID ഇപ്പോൾ കറൻ്റായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളുടെ ID ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവും. ദെൻ ഓരോ പ്രോസസ് IDക്കും കറസ്പോണ്ടിങ് ആയിട്ട് TTY ഉണ്ട്, ടൈം ഉണ്ട്, CMD ഉണ്ട്. TTY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമിനൽ ടൈപ്പാണ്. ദാറ്റ് ദ യൂസർ ഈസ് ലോഗഡ് ഇൻ ടു. ഏത് ടെർമിനലിലൂടെയാണോ യൂസർ ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ ടെർമിനലിനെയാണ് ഇവിടെ TTY കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദെൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എമൗണ്ട് ഓഫ് CPU ഇൻ ദ മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ് ദാറ്റ് ദ പ്രോസസ് ഹാസ് ബീൻ റണ്ണിങ്. സോ അപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെയാണല്ലോ ഇവിടെ കാണിക്കുക. അപ്പം എത്ര സമയമാണോ അത് CPU ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൺ ചെയ്യുക മീൻസ് CPU-ലാണ്. സോ ആ പ്രോസസ്സ് CPU-ലാണ്. എത്ര മിനിറ്റ്സ് ആണോ എത്ര സെക്കൻഡ് ആണോ അത് റൺ ചെയ്തിട്ടുള്ളത് അത് കാണിക്കുന്ന ഏരിയയാണ് ഈ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ CMD എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ കമാൻഡ് ദാറ്റ് ലോഞ്ചസ് ദ പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിനെ ലോഞ്ച് ചെയ്തിട്ടുള്ള കമൻറ്റ് ഏതാണോ ആ കമൻറ്റാണ് CMDയിൽ കാണിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ലോഞ്ച് ചെയ്തത് ബാഷ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ PS ആണ് ഈ ഒരു 21621 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതാണ് ഇവിടെ CMDയിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഓപ്ഷനാണ് വ്യൂ പ്രോസസ്സസ്. വ്യൂ ആൾ ദ റണ്ണിങ് പ്രോസസ് യൂസ് എയ്തർ ദ ഫോളോയിങ് ഓപ്ഷൻ വിത്ത് PS-ൻ്റെ കൂടെ -A അതേപോലെ തന്നെ -E യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോസസ്സും റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? PS-A, PS-EO ഏതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വ്യൂ ഓൾ പ്രോസസ്സസ്. മൂന്നാമത്തെ ഓപ്ഷനാണ് വ്യൂ പ്രോസസ്സസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എ ടെർമിനൽ. അഥവാ ടെർമിനലുമായിട്ട് അസോസിയേറ്റ് അല്ലാത്ത പ്രോസസ്സുകൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് PS -A. മറ്റേത് ക്യാപിറ്റൽ A ആയിരുന്നു. PS -A യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രോസസ്സ് കാണാൻ പറ്റും? ടെർമിനലുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത പ്രോസസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. വ്യൂ ആൾ പ്രോസസ് എക്സെപ്റ്റ് ബോത്ത് സെഷൻ ലീഡേഴ്സ് ആൻഡ് പ്രോസസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ടെർമിനൽ. അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ കാണാൻ പറ്റും PS-A യൂസ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് രണ്ട് PIDs ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ TTY ഉണ്ട്, ടൈം ഉണ്ട്, CMD ഉണ്ട്. ഇതുണ്ടോ, മാനും ലെസ്സൊക്കെയാണ്. ടെർമിനലുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത കമൻസുകളാണ്. അത് ആ ഒരു പ്രോസസ്സുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വ്യൂ ആൾ ദ പ്രോസസ് എക്സെപ്റ്റ് സെഷൻ ലീഡേഴ്സ് അല്ലാത്ത പ്രോസസ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള PS-ൻ്റെ ഓപ്ഷനാണ് -T. PS-T യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സെഷൻ ലീഡേഴ്സ് അല്ലാത്ത പ്രോസസ്സുകൾ നമുക്ക് കിട്ടും. നാലാമത്തെ. ദെൻ അഞ്ചാമത്തെ, നമ്പർ മിസ്റ്റേക്സ് ഉണ്ട് ഇവിടെ. ഇത് 5 ആണ്. 5, 6, 7 എന്നുള്ള രീതിയിലാണ് വരിക. അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ ആൾ പ്രോസസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ടെർമിനൽ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ടെർമിനലിലുള്ള കമൻറ്റുകളുടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലാത്ത പ്രോസസ്സുകൾ കാണിക്കാൻ PS-A ആയിരുന്നു. ഈ ടെർമിനലിൽ മാത്രം വരുന്ന ടെർമിനലായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സുകൾ, ചിലപ്പം ടെർമിനലിൽ ഒരു കമൻറ്റ് അടിക്കുന്നതോടുകൂടി ആയിരിക്കും ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. സോ അങ്ങനത്തെ പ്രോസസ്സുകളെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് -T. സോ PS -T യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനലായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ദെൻ അടുത്ത ഓപ്ഷൻ വ്യൂ ആൾ ദ റണ്ണിങ് പ്രോസസ്സ്. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു PS-R നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. റെഡി ആയിട്ടുള്ള പ്രോസസ്സുകളല്ല, റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകൾ PS-R. ദെൻ വ്യൂ ആൾ പ്രോസസ് ഓൺഡ് ബൈ യു. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ കുറേ യൂസേഴ്സ് ഉണ്ടാവല്ലോ സിസ്റ്റത്തിൽ. സോ ഒരു പർട്ടിക്കുലർ യൂസർ ഓൺ ചെയ്തിട്ടുള്ള പ്രോസസ്സുകൾ, അഥവാ ആ ഒരു യൂസറുടെ പ്രോസസ്സുകൾ, ആ യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ യൂസറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സുകളെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് -X എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ്. ഓക്കെ, സോ ഒരു യൂസറിനെ യൂസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് PS-X നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഓപ്ഷൻസ്. ദെൻ നമുക്ക് അത്രയാണ് ഇതിൻ്റെ കേസിൽ PS-ൻ്റെ കേസിൽ പറയാനുള്ളത്, അഥവാ പ്രോസസ് സ്റ്റാറ്റസിനെ കുറിച്ചിട്ടുള്ള കമൻറ്റ്. ദെൻ രണ്ടാമത്തെ കമൻറ്റാണ് W കമൻറ്റ് ഇൻ ലിനക്സ് ഈസ് യൂസ്ഡ് ടു ഷോ ഹൂ ഈസ് ലോഗ്ഡ് ഓൺ ആൻഡ് വാട്ട് ദേ ആർ ഡൂയിങ്. എന്താ പറയുന്നത്? W കമൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇത് ആരാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ അയാൾ എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് W കമാൻഡ്. അപ്പോൾ W കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ സിസ്റ്റത്തിൽ ആരാണോ ലോഗിൻ ചെയ്തിട്ടുള്ളത് അയാൾ എന്താണ് ഇപ്പോൾ സിസ്റ്റത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ നമുക്ക് W കമാൻഡ് യൂസ് ചെയ്താൽ മതി. ദിസ് കമാൻഡ് ഷോ ദ ഇൻഫർമേഷൻ അബൌട്ട് ദി യൂസർ കറൻ്റ്ലി ഓൺ ദ മെഷീൻ ആൻഡ് ദിയർ പ്രോസസ്. ആരാണോ ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു മെഷീനിലുള്ള യൂസർ ആരാണ്, അയാളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സുകൾ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് W. The header shows in this order the current time, how long the system has been running, how many users are currently logged on, and the system load averages for the past 1, 5 and 15 minutes. എന്താ പറയുന്നത്?
എന്തൊക്കെയാണ് ഇത് കാണിക്കുക? കറൻറ്റ് ടൈം, ഇപ്പോഴുള്ള ടൈം എന്താണ്, ആരാണ്, ഹൗ ലോങ് ദ സിസ്റ്റം ഹാസ് ബീൻ റണ്ണിങ്, എത്ര സമയമായി ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരൊക്കെയാണ് ഇതിൽ ലോഗിൻ ചെയ്തിട്ടുള്ള യൂസേഴ്സ് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ, ഇനിയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഒരു ആവറേജ് എന്താണ് ടൈമിനുള്ളിൽ, ഇപ്പം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ, അതേപോലെ തന്നെ 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ, 50 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കമൻറ്റാണ് W കമൻറ്റ്. W കമൻറ്റ് സിൻറ്റാക്സ് നോക്കൂ, W സ്പേസ് ഓപ്ഷൻസ് എന്നുള്ളത് ഇവിടെ കൊടുക്കും, ദെൻ യൂസർ കഴിഞ്ഞിട്ട് 2 ബ്രാക്കറ്റ്, ഈ രീതിയിലാണ് വരുന്നത്. സോ നമുക്ക് സിംപ്ലി W എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. അഥവാ ആ യൂസർ ലോഗിൻ ചെയ്ത ടൈം, ഏതാണ് യൂസർ, അതിൻ്റെ ലോഡിങ് ആവറേജുകൾ, അതിൻ്റെ പ്രോസസ്സുകൾ, ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകൾ, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനും ഉള്ള ഓപ്ഷൻസ് ആണ് ഓരോന്ന് പറയുന്നത്. W-H യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഓപ്ഷൻ ഡു നോട്ട് പ്രിൻറ്റ് ദ ഹെഡർ പ്രിൻറ്റ് ചെയ്യിക്കില്ല. ഇവിടെ ഇപ്പോൾ ഹെഡർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇവിടെ നോക്കൂ, യൂസർ, TTY, ഫ്രം, ലോഗിൻ, ഐഡിൽ, ഇതൊക്കെ എന്താ ഹെഡറാണ്. ഹെഡർ പ്രിൻറ്റ് ചെയ്യിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് -H യൂസ് ചെയ്താൽ മതി. ദെൻ W-U ആണ്, ദിസ് ഓപ്ഷൻ വിൽ ഇഗ്നോർ ദ യൂസർ നെയിം വൈൽ ഫിഗറിംഗ് ഔട്ട് ദ കറൻറ്റ് പ്രോസസ് ആൻഡ് CPU ടൈംസ്. എന്താണ് -U യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ നെയിം എന്ത് ചെയ്യും, അവിടെ ഇഗ്നോർ ചെയ്യും. പകരം എന്ത് ചെയ്യുള്ളൂ, പിന്നെ എന്ത് ചെയ്താക്കിയുള്ളൂ, കറൻറ്റ് പ്രോസസ്സ് ഏതാണ്, അതിൻ്റെ CPU ടൈം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ എന്ത് ചെയ്യുള്ളൂ, കാണിക്കുകയുള്ളൂ. ദെൻ അടുത്തത് ഓപ്ഷനാണ് W-S. ദിസ് ഓപ്ഷൻ യൂസസ് ദ ഷോർട്ട് ഫോർമാറ്റ്. ഇറ്റ് വിൽ നോട്ട് പ്രിൻറ്റ് ദ ലോഗിൻ ടൈം, JCPU or PCPU ടൈംസ്. അഥവാ ലോഗിൻ ടൈം, അതുപോലെ തന്നെ JCPU, ഇവിടെ ഉണ്ടോ JCPU, അതേപോലെ തന്നെ PCPU ടൈമൊക്കെ ഉണ്ട്. ആ ടൈമുകളൊന്നും എന്ത് ചെയ്യില്ല, കാണിക്കില്ല. പകരം എന്ത് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള എന്ത് ചെയ്യുന്നു, ഷോർട്ടായിട്ടുള്ള ഫോർമാറ്റാണ് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് -S യൂസ് ചെയ്യുന്നത്. ദെൻ W-help. ദിസ് ഓപ്ഷൻ വിൽ ഡിസ്പ്ലേ ഹെൽപ്പ് മെസ്സേജ് ആൻഡ് എക്സിറ്റ്. ഹെൽപ്പ് മെസ്സേജ് കാണിച്ചിട്ട് അത് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് W-help. ദെൻ W-I എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ദിസ് ഓപ്ഷൻ വിൽ ഡിസ്പ്ലേ IP അഡ്രസ് ഇൻസ്റ്റെഡ് ഓഫ് ഹോസ്റ്റ് നെയിം ഫോർ ഫ്രം ഫീൽഡ്. അഥവാ ഹോസ്റ്റ് നെയിമിന് പകരം എന്ത് പ്രിൻ്റ് ചെയ്യിക്കും, അവിടെ പ്രിൻ്റ് ചെയ്യിക്കുക IP അഡ്രസ്സ് ആയിരിക്കും. സോ IP അഡ്രസ്സാണ് ഹോസ്റ്റ് നെയിമിന് പകരം വേണ്ടതെങ്കിൽ നമ്മൾ ആ ഫീൽഡിൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടത് -I ആയിരിക്കും. ദെൻ W-V. ദിസ് ഓപ്ഷൻ വിൽ ഡിസ്പ്ലേ വേർഷൻ ഇൻഫർമേഷൻ. അഥവാ അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ വേർഷൻ ഇൻഫർമേഷനാണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, -V യൂസ് ചെയ്താൽ മതി. ദെൻ W-user. ദിസ് ഓപ്ഷൻ വിൽ ഷോ ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പെസിഫൈഡ് യൂസർ ഓൺലി. അഥവാ W-user, ആരാണോ യൂസർ, ഇപ്പം ചിലപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിലൊക്കെ യൂസർ തന്നെയായിരിക്കും, യൂസർ എന്നുള്ള ആൾ തന്നെയായിരിക്കും യൂസറായിട്ടുണ്ടാവുക. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, നമ്മൾ ബെസ്റ്റൊക്കെ പറയില്ല, അതേപോലെ തന്നെ. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ W-user എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് അതിൻ്റെ കേസിൽ, W-യുടെ കേസിലുള്ളത്. ദെൻ അടുത്തത് ID എന്നുള്ള കമൻറ്റ് ആണ്. ID നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻറ്റ് റിയൽ ആൻഡ് എഫക്റ്റീവ് യൂസർ ആൻഡ് ഗ്രൂപ്പ് IDs. നമുക്ക് റിയലും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂസർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിൻ്റെ IDs പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ID യൂസ് ചെയ്യുന്നത്. IDയുടെ സിൻറ്റാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ID സ്പേസ് ഓപ്ഷൻ. ദെൻ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കുറേ ഒറ്റയടിക്കുന്ന കുറേ ഓപ്ഷൻസ് കൊടുക്കാം. ദെൻ യൂസർ നെയിം, print user and group information for the specified username or when username omitted for the current users. അഥവാ ആ യൂസറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ യൂസർ നെയിം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമൻറ്റാണ് ID എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ്. സോ ഇവിടെ നോക്കൂ ഏതൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഫസ്റ്റ് വണ് -A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഗ്നോർ ഫോർ കമ്പ്യൂട്ടബിലിറ്റി വിത്ത് അതർ വേർഷൻസ്. കമ്പ്യൂട്ടബിലിറ്റി എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് -A. അതുപോലെ തന്നെ -Z കോണ്ടെക്സ്റ്റ് പ്രിൻറ്റ് ഓൺലി ദ സെക്യൂരിറ്റി കോണ്ടെക്സ്റ്റ് ഓഫ് ദ കറൻറ്റ് യൂസേഴ്സ്. അഥവാ കറൻറ്റ് യൂസേഴ്സിൻ്റെ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി കോണ്ടെക്സ്റ്റിൽ നിർത്തിക്കൊണ്ട് ആയിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, കണ്ടൻറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രിൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ എന്തായിരിക്കും അങ്ങനെ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുകൊണ്ടുള്ള ഒരു പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ID കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് -Z കൊടുത്താൽ മതി. ദെൻ -G ഗ്രൂപ്പ്, സ്മോൾ ലെറ്റർ G ആണ്. ഗ്രൂപ്പ് പ്രിൻറ്റ് ഓൺലി ദ എഫക്റ്റീവ് ഗ്രൂപ്പ് ID. ആ ഒരു
എഫക്റ്റീവ് ഗ്രൂപ്പ് ഐ ഡി മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് -G യൂസ് ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ ഐ ഡിയുടെ കൂടെ. അതുപോലെ തന്നെ -G ആണെങ്കിൽ ഗ്രൂപ്പ്സ് പ്രിൻറ്റ് ആൾ ഗ്രൂപ്പ് ഐ ഡീസ്. എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഐ ഡീസ് അല്ല, എല്ലാ ഗ്രൂപ്പ് ഐ ഡീസും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഐ ഡിയുടെ കൂടെ എന്ത് കൊടുത്താൽ മതി, -J യൂസ് ചെയ്താൽ മതി. ദെൻ -N നെയിം പ്രിൻറ്റ് എ നെയിം ഇൻസ്റ്റെഡ് ഓഫ് എ നമ്പർ. -N എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നെയിമാണ് കേട്ടോ, നെയിമാണ്. നെയിം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രിൻറ്റ് എ നെയിം ഇൻസ്റ്റെഡ് ഓഫ് എ നമ്പർ ഫോർ -UGG. അഥവാ നമുക്ക് എന്താണ് ഒരു നമ്പറിന് പകരം നമുക്ക് വേണ്ടത് എന്താണ്, നെയിമാണ് വേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് -N ആണ്. ദെൻ -R എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ എന്നാണ്. പ്രിൻറ്റ് ദ റിയൽ ഐ ഡി ഇൻസ്റ്റെഡ് ഓഫ് ദ എഫക്റ്റീവ് ഐ ഡി. ചിലപ്പോൾ എന്തായിരിക്കും, എഫക്റ്റീവ് ഐ ഡീസ് ആയിരിക്കും നമുക്ക് ആ ഒരു യൂസറിനെ കുറിച്ചിട്ടുള്ള യൂസറിൻ്റെ എഫക്റ്റീവ് ഐ ഡി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പക്ഷേ എഫക്റ്റീവ് ഐ ഡിക്ക് പകരം റിയൽ ഐ ഡി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി, ഐ ഡിയുടെ കൂടെ -R യൂസ് ചെയ്താൽ മതി. ദെൻ -U നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂസറാണ്. പ്രിൻറ്റ് ഓൺലി ദ എഫക്റ്റീവ് യൂസേഴ്സ് ഐ ഡി. അതുപോലെ തന്നെ എഫക്റ്റീവ് യൂസേഴ്സിൻ്റെ ഐ ഡി. മറ്റെന്തായിരുന്നു, -G എന്തായിരുന്നു, എഫക്റ്റീവ് ഗ്രൂപ്പ് യൂസേഴ്സിൻ്റെ ഐ ഡി കിട്ടാനാണ് -G. ഇവിടെ എഫക്റ്റീവ് യൂസറിൻ്റെ ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് -U അഥവാ യൂസർ എന്നുള്ളത്. സോ ഐ ഡിയുടെ കഴിഞ്ഞിട്ട് ഓപ്ഷനായിട്ട് നമുക്ക് ഈ ഒരു ടാഗുകളൊക്കെ കൊടുക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കൂ. ടു പ്രിൻറ്റ് യൂസർ നെയിം UID ഓഫ് ഓൾ ദ ഗ്രൂപ്പ് ടു വിച്ച് ദ യൂസർ ബിലോങ്സ്. അഥവാ നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ കുറേ യൂസേഴ്സ് ഉണ്ടാവുമല്ലോ. സോ ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂസറാണ്. ആ യൂസർ ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പ്, അതിൽ ആ ഗ്രൂപ്പിൽ കുറേ യൂസേഴ്സ് ഉണ്ടാവും. സോ നമ്മൾ ബിലോങ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ യൂസർ നെയിമും അതുപോലെ തന്നെ നമ്മളുടെ യൂസർ നെയിം അതുപോലെ തന്നെ UIDയും ആ യൂസറിൻ്റെ ID-യും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ഉപയോഗിക്കുന്ന കമൻറ്റ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു -A യൂസ് ചെയ്യുന്നതിനായിരുന്നു -A ഇഗ്നോർ എന്നാണ് ഉദ്ദേശിച്ചത് ഫോർ കമ്പ്യൂട്ടബിലിറ്റി വിത്ത് അതർ വേർഷൻസിൽ. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക, നമുക്ക് ID -Aയുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക ഇങ്ങനെയായിരിക്കും. UID എത്രയാണോ, ഓരോ യൂസേഴ്സിൻ്റെയും ID എന്താണോ അത് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഓരോന്നും കണ്ടോ, ഇതേപോലുള്ള രീതിയിൽ നമുക്ക് ഓരോ UID വെച്ചിട്ട് നമുക്കത് UIDസും അതേപോലെ തന്നെ യൂസറിൻ്റെ പേരും UID ഇവിടെ എത്രയാണ് 1000, യൂസറിൻ്റെ പേര് ഉബുണ്ടു, GID 1000 എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു 3 ഇൻഫോർമേഷണൽ കമാൻഡുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്.